വെൽക്കം ടു എയ്സാപ്പ്. നമ്മൾ ഇന്ന് വീണ്ടും ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് മുൻവർഷത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് റിപ്പീറ്റഡായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. മുൻവർഷത്തെ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റൻ്റ് ഗ്രേഡ് എക്സാമിന് ചോദിച്ച ചോദ്യത്തെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? പുതിയ പാറ്റേണിലേക്ക് മാറ്റിയിരിക്കുന്നു. മുൻവർഷത്തെ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റൻ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചോദിച്ചത് സ്പെല്ലിങ് തന്നിട്ട് ആ സ്പെല്ലിങ്ങിൽ കറക്റ്റായത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. അതിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? പുതിയ മോഡലിലേക്ക് മാറ്റി. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സിനണിം എന്നത്, സിനഗോഗ് എന്നത്, സിംബോസിയം എന്നത്, സിംറ്റം എന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇത് 2024 സെപ്റ്റംബർ മാസം 26 ഡിഗ്രി ലെവൽ പരീക്ഷ SIയുടെ പരീക്ഷയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റായ മോഡലിൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ചോദിക്കാൻ തുടങ്ങിയപ്പോഴെന്താ, സാധാരണ രീതിയിൽ ഒരു സ്പെല്ലിങ് തന്നിട്ട് ആ സ്പെല്ലിങ്ങിൻ്റെ തെറ്റ് കണ്ടുപിടിക്കാനാണ് പറയാറുള്ളത്. എന്നാൽ ഇവിടെയോ 4 വാക്കുകൾ തന്നിട്ട് ആ 4 വാക്കുകളിൽ 4ഉം ശരിയായത് കണ്ടുപിടിക്കാനാണ് പറയുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ സിനണിം എന്നത് ശരിയാണ്, സിനഗോഗ് എന്നത് ശരിയാണ്, എന്നാൽ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. അപ്പോൾ 4 നമുക്ക് എന്തായിരിക്കണം? ശരിയായിട്ട് വരണം. ഈ പേര് ശരിക്കും പഠിച്ചു വെക്കുന്ന നല്ലതാണ്. ഡിഗ്രി ലെവൽ എക്സാമിന് നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയ ഒരു മെത്തേഡാണ്. യെസ്, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പേരിലേക്ക് പോവാം. ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്, പക്ഷേ ഇത് തെറ്റാണ്. ഏത്? ഈ സാധനം തെറ്റാണ്. സിംപ്റ്റം എന്നത് തെറ്റാണ്. ഇവിടെ സിംപ്റ്റം എന്നത് തെറ്റാണ്. ഇവിടെ സിംപോസിയം എന്നത് തെറ്റാണ്. ഇവിടെ 2 ശരിയും 2 തെറ്റും. എന്നാൽ ഇവിടെയോ? ഇവിടെ നമുക്ക് 3 ശരി 1 തെറ്റ്. ഇനി നമുക്ക് മൂന്നാമത്തിലേക്ക് പോവാം. സിനണിം എന്നത്, സിനഗോഗ് എന്നത് ശരിയാണ്, പക്ഷേ സിംബോസിയം എന്നത് തെറ്റാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4ഉം ശരിയാവണം, എന്നാലേ കാര്യമുള്ളൂ. ആ ഓപ്ഷനെ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ സിംപ്റ്റം എന്നത് ശരിയാണ്, പക്ഷേ ഏത് തെറ്റായിപ്പോയി? സിംബോസിയം. അങ്ങനെയാണ് അടുത്ത നമുക്ക് പേര് നോക്കാം. സിനണിം എന്നത് ശരിയാണ്, സിനഗോഗ് എന്നത് ശരിയാണ്, സിംപോസിയം എന്നത് ശരിയാണ്, സിംപ്റ്റം എന്നത് ശരിയാണ്. ഇപ്പോൾ ഓരോന്നിൻ്റെ സ്പെല്ലിങ് നമ്മൾ ശരിക്കും നോക്കാം. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇനി എക്സാമിൻ്റെ ഓപ്ഷൻസാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഉത്തരമായി വരുന്ന ഏതാ? 4ാമത്തേതാണ്. ഈ 4ാമത്തെ ഓപ്ഷൻ ഏതാന്ന് നോക്കിയിട്ട് ബബിൾ ചെയ്യുന്നത്. ഇതിപ്പോൾ 85ാമത്തെ ചോദ്യമാണെങ്കിൽ, ഇംഗ്ലീഷ് സെക്ഷനിൽ 85ാമത്തെ ചോദ്യമാണെങ്കിൽ, ഈ 85ാമത്തെ ചോദ്യത്തിന് നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ സി എന്നത് ബബിൾ ചെയ്താൽ മാത്രമേ ഏത് ആൻസർ നമുക്ക് ലഭിക്കുന്നുള്ളൂ? യെസ്, 4th വൺ, സിനണിം, സിനഗോഗ്, സിംബോസിയം, സിംപ്റ്റം എന്നത്. ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ ശരിക്കും ഫോളോ ചെയ്ത് പഠിക്കുക. ഡിഗ്രി ലെവൽ എക്സാം ആയാലും പോലീസ് കോൺസ്റ്റബിളുടെ എക്സാം ആയാലും അസിസ്റ്റൻ്റ് ഏത് എക്സാമിനായാലും നമുക്ക് ഏറ്റവും വാല്യുബിളായ രീതിയാണ്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യമാണ്. അപ്പോൾ കറക്റ്റ് ഓർഡർ പ്രകാരം നമുക്ക് തന്നിരിക്കുന്നത് 4ാമത്തെ വാചകമാണ്, 4ാമത്തെ പേരാണ്. അതിൽ 4ഉം ശരിയായിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ പ്രത്യേകത 2 ശരിയാകുമ്പോൾ 2 തെറ്റ്, 3 ശരിയാകുമ്പോൾ 1 തെറ്റ്, അതേപോലെ 2 ശരിയാകുമ്പോൾ വീണ്ടും 2 തെറ്റ്. ഇങ്ങനെയാണ് വന്നത്. അടുത്തതും ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് എന്നാണ്. ലുക്കീമിയ എന്ന വാക്കാണ്, അല്ലെ, രക്താർബുദം എന്നർത്ഥം വരുന്ന പദം. ഇംഗ്ലീഷിൽ ലുക്കീമിയ എന്നത് നമുക്ക് എത്ര രൂപത്തിൽ എഴുതാം? 2 രൂപത്തിൽ എഴുതാം. ലുക്കീമിയ എന്നത് ഇംഗ്ലീഷിൽ 2 രൂപത്തിൽ എഴുതാം. ഒന്ന് LEUKAEMI എന്ന് എഴുതാം. അടുത്തത് LEUKEMIA. ഈ തന്നതിൽ ഏതേ ഉള്ളൂ? ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ആ ആൻസർ പ്രകാരം ലുക്കീമിയ എന്നതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 വേർഡ്സ്? ഈ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വൺ ഈസ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേർഡ്. എന്താണ്? ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പദമാണ്. ദെൻ സെക്കൻഡ് വൺ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡ്. ഒന്നാമത്തത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേർഡാണ്, രണ്ടാമത്തത് നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേർഡ്, ആ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേർഡ് എഴുതുമ്പോൾ AE എന്ന് വേണം. എന്നാൽ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡിൽ എന്തുണ്ടായിരിക്കുന്നതല്ല? ഉണ്ടായിരിക്കുന്നതല്ല. നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡ്, നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡ്, നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ്. ചെറിയ ക്ലാസ്സിൻ്റെ ഇപ്പോഴത്തെ SCERT പുസ്തകത്തിൽ അമേരിക്കൻ വേർഡും അതുപോലെ തന്നെ ബ്രിട്ടീഷ് വേർഡും എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കളർന്ന് എഴുതുമ്പോൾ COLOUR, എന്നാൽ വേറെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കളർന്ന് എഴുതാറുണ്ട്.
ഏതുണ്ടാവുകയില്ല? യു എന്നുണ്ടാവുകയില്ല. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന COLOUR കളർ എന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേർഡും COLOR അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡാണ്. ഇപ്പോൾ ഇവിടെ ശരിയായ ആൻസർ ലുക്കീമിയ എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കുട്ടികൾ പഠിച്ചു വെക്കുക. 2017 LD ക്ലർക്കിന് കാസർഗോഡ് ജില്ല അനസ്തീസിയ, നമ്മൾ അനസ്തേഷ്യ എന്നൊക്കെ വായിക്കും, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അനസ്തീസിയ എന്നാണ്. അനസ്തീസിയ എന്ന വാക്ക് 2017 LDക്ക് കാസർഗോഡ് ജില്ലയിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേർഡ് ഉണ്ടായിരുന്നു, അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേർഡിനാണ് PSC ആൻസർ കൊടുത്തത്, മാർക്ക് കൊടുത്തത്. എന്നാൽ 2023 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഓഗസ്റ്റ് മാസം നടന്നപ്പോൾ അനീമിയ എന്ന വാക്ക് ചോദിച്ചു. അനീമിയ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് അവിടെ കൊടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേർഡിൻ്റെ സ്പെല്ലിംഗ് ആയിരുന്നില്ല, നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡിൻ്റെ സ്പെല്ലിംഗ് ആയിരുന്നു. നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡിൻ്റെ സ്പെല്ലിംഗ് അവിടെ ഉണ്ടായിരുന്നത് ആ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ എക്സാമിന് ഉണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു: ANEMIA. എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡ് ഇങ്ങനെയാണ് എഴുതെങ്കിൽ, നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡ് ഇങ്ങനെയാണ് എഴുതെങ്കിൽ, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേർഡിൽ നമ്മൾ എന്ത് ചെയ്യും? ANAEMIA. ഓർത്ത് വെക്കുക, റിപ്പീറ്റഡായി ചോദിക്കുന്ന സ്പെല്ലിംഗ് ആണ് ലുക്കീമിയ എന്നത്, ന്യൂമോണിയ എന്നത്, അതുപോലെ തന്നെ. എന്നാൽ ന്യൂമോണിയ എന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേർഡ്, അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡ് എന്ന സെപ്പറേഷൻ ഇല്ല. യെസ്, വീണ്ടും 2016 UPSC എക്സാമിന് ചോദിച്ചതായ സ്പെല്ലിംഗ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2016 UPSC എക്സാം സാധാരണ രീതിയിൽ ഒരേ വാക്ക് തന്നെ 4 രീതിയിൽ കൊടുത്തിട്ട് അതിൽ തെറ്റായ സ്പെല്ലിംഗ് കണ്ടുപിടിക്കാൻ പറയും, ശരിയായ സ്പെല്ലിംഗ് കണ്ടുപിടിക്കാൻ പറയും. പക്ഷേ ഇവിടെ നമ്മളോട് തന്നിരിക്കുന്നത് എന്താ? വ്യത്യസ്തമായ പദങ്ങൾ തന്നിട്ട് അതിൽ ശരിയായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മാർവൽ എന്ന് തന്നു, ഫെസ്റ്റിവൽ എന്ന് തന്നു, ഗ്രാമർ എന്ന് തന്നു, കാർണിവൽ എന്ന് തന്നു. എന്താണ് ഇതിലെ തെറ്റ്? യെസ്, നമുക്ക് നോക്കാം. ഫെസ്റ്റിവൽ എന്ന വാക്കിൻ്റെ സ്പെല്ലിങ്ങിൽ FESTIVAL എന്താ വേണ്ടത്? A ആണ്. പക്ഷെ ഇവിടെ എന്താ തന്നെ E ആണ് തന്നെ. അത് തെറ്റായ സ്പെല്ലിങ്ങാണ്. അടുത്തതോ ഗ്രാമർ. പലരും തെറ്റിച്ച് എഴുതുന്ന ഒരു സ്പെല്ലിംഗ് ആണ് ഗ്രാമർ. GRAMMAR ആണ്. പല കുട്ടികൾക്കും തെറ്റുന്ന ഒരു സാധനമാണ് GRAMMER അല്ല AR. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? E എന്നാണ്. ദെൻ നെക്സ്റ്റ് കാർണിവൽ എന്നാണ്. കാർണിവൽ എന്നതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. CARNIVAL എന്നാണ് വേണ്ടത്. ഇപ്പോൾ 3 വാക്കുകൾ തെറ്റായിട്ട് തന്നു. ശരിയായ വാക്ക് ഏത് മാത്രമാണ്? മാർവൽ എന്ന് മാത്രം. 2016 UPSC എക്സാമിനെ ചോദിച്ചതാണത്. വീണ്ടും നമ്മളോട് ചോദിക്കുന്നത് ചൂസ് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. നേരത്തെ നമ്മളോട് ചോദിച്ചത് ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ആണ്. ഇടമാണ് ചോദിക്കുന്നത് ചൂസ് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ നമുക്ക് തന്നതിൽ ഒക്കറൻസിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് നോക്കാം. 2013-14 LD കോഴിക്കോട് ജില്ല ഒക്കറൻസ്. എന്നാൽ മുൻവർഷത്തെ സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷ LD ക്ലർക്കിന് ചോദിച്ചതായ വാക്കാണ് ഓപ്പർച്യൂണിറ്റി. ഒക്കറൻസ് എന്ന വാക്കും സ്പെല്ലിംഗ് ആണ് ശരിയാണ്, സ്പെല്ലിംഗ് ശരിയാണ്. ഓപ്പർച്യൂണിറ്റി എന്ന വാക്ക് സ്പെല്ലിംഗ് ശരിയാണ്. മാഗ്നിഫിഷ്യൻ്റ് അല്ല, മാഗ്നിഫിസൻറ്റ്. എന്നാൽ തെറ്റ് ഏതാണ്? വാക്യം എന്ന വാക്കാണ്. നമ്മൾ വാക്യം വായിക്കും, ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ വാക്യം എന്നാണ്. വാക്യം VACUUM വാക്യം എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അതിലെത്ര സി മാത്രമേ ഉള്ളൂ? ഒരു സി മാത്രമേ ഉള്ളൂ. പക്ഷെ എത്ര യു വേണം? 2 യു വേണം. അങ്ങനെയാണെങ്കിൽ 2025 സെപ്റ്റംബർ മാസം 27 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചതായ സ്പെല്ലിംഗ് ആണ് ഒക്കേഷൻ. ഒക്കേഷൻ എഴുതുമ്പോൾ പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു സാധനമാണ് OCCASSION അല്ല, OCCASION. അങ്ങനെയാണെങ്കിൽ ഒക്കേഷണലി എന്ന് വന്നാൽ അതിനോടുകൂടി എന്ത് ചേർത്താൽ മതി? ALLY ചേർത്താൽ മതി. OCCASIONALLY ഒക്കേഷണലി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്പെല്ലിങ് എന്നത് ഒരേ വാക്ക് തന്നെ 4 രീതിയിൽ ചോദിക്കാം. പിന്നെ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ചോദിക്കാം, പിന്നെ റോങ്ലി സ്പെൽഡ് വേർഡ് ചോദിക്കാം. സ്പെല്ലിംഗ് എന്നത് നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഒരു പ്രാവശ്യം എഴുതി പഠിച്ചാൽ തന്നെ നമുക്കത് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? പുതിയ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. ഇംഗ്ലീഷിൻ്റെ ഭാഗത്തും നമുക്കിങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വരാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെക്കുക. പിക്ക് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ് എന്നാണ്.
ഒന്നാമത്തെ വാചകം ഐ പ്രിഫർ കോഫി ദാൻ ടീ എന്നാണ്. കേരള PSCയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇതുവരെയുള്ള ചരിത്രം 2003 മുതൽ 2026 വരെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ട ഒരു പാർട്ടാണ് അല്ലെങ്കിൽ ഒരു വേർഡാണ് പ്രിഫർ എന്നതിന് ശേഷം ആ പാർട്ടിൽ പ്രിഫർ എന്ന വേർഡിന് ശേഷം താരതമ്യം ചെയ്യുന്ന സമയത്ത് ദാനാണോ വേണ്ടത് എന്ന് ചോദിക്കും. ദാനല്ല വേണ്ടത്, പ്രിഫർ എന്നതിന് ശേഷം ടു ആണ് വേണ്ടത്. പ്രിഫർ ടു, ജൂനിയർ ടു, സീനിയർ ടു, ഇൻഫീരിയർ ടു, പ്രയർ ടു എന്നാണ്. ആൻറ്റീരിയർ ടു, പോസ്റ്റീരിയർ ടു എന്നാണ് പറയുക. അപ്പോൾ അതാണ് ആ വാചകം. ആ വാചകത്തിലെ തെറ്റ് നമ്മൾ നോക്കി കറക്റ്റ് സെൻറ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ വാചകത്തിലെ തെറ്റ് അതാണ്. രണ്ടാമത്തെ വാചകം പൊളിറ്റിക്സ് അല്ലേ. പൊളിറ്റിക്സ് എന്നത് നമ്മൾ സബ്ജക്റ്റ് വെർബ് എക്കണമിയിൽ പഠിക്കും. എക്കണോമിക്സ് എന്നത്, സ്റ്റാറ്റിറ്റിക്സ് എന്നത്, എത്തിക്സ് എന്നത്, മാത്തമാറ്റിക്സ് എന്നത്, ഫിസിക്സ് എന്നത്, ഓൾ ദീസ് ആർ സിംഗുലർ നൗൺസ് ഓർ സിംഗുലർ സബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം എന്താ ഉപയോഗിക്കേണ്ടത്? സിംഗുലർ വേർബ് ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഹാവ് ഡിവൈഡഡ്. അതാണ് തെറ്റ്. അടുത്തെന്താ? മൂന്നാമത്തെ വാചകത്തിലെ തെറ്റെന്താ? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് വേണം. ഈസ്റ്റ്, വെസ്റ്റ് അതിൻ്റെയൊക്കെ മുൻപിൽ, യൂണിവേഴ്സ് എന്നതിൻ്റെയൊക്കെ മുൻപിൽ നമ്മൾ ഏത് ആർട്ടിക്കിൾ ഉപയോഗിക്കുക? ദ എന്ന ആർട്ടിക്കിൾ. നമ്മൾ സസൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടൂ. അപ്പോൾ അവിടെ തെറ്റുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായ വാചകം എന്ന് പറഞ്ഞാൽ നാലാമത്തെ വാചകമാണ്. എന്താ നാലാമത്തെ വാചകം? ഹീ ഗോസ് ടു ബെഡ് അറ്റ് 10 in the night. രാത്രിയിൽ അവൻ ഉറങ്ങാൻ പോകുന്നു. എത്ര മണിക്ക്? 10 മണിക്ക്. അതൊരു ഹാബിച്വൽ ആക്ഷനാണ്. സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് എ സിംഗുലർ വേർബ്. ആ വാചകം ഉപയോഗിച്ചിരിക്കുന്ന ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസൻറ്റിലാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, പുതിയ മെത്തേഡ് പ്രകാരം ചോദ്യം ചോദിക്കുമ്പോൾ ശരിക്കും സസൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ ആൻസർ കിട്ടൂ. നമ്മുടെ ആൻസർ പ്രകാരം ഇവിടെ നാലാമത്തെ വാചകമാണ്. അപ്പോൾ നാലാമത്തെ വാചകം എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. നാലാമത്തെ വാചകം ഉത്തരമായി വരുന്ന ഓപ്ഷൻ ഡി എന്നതാണ്. ശരിക്കും വായിച്ചു നോക്കിയിട്ട് മാത്രമേ ഇങ്ങനത്തെ സെക്ഷനിൽ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥി ശരിക്കും ശ്രദ്ധിച്ചാൽ കിട്ടുന്നതാണ്. ഇത് റാങ്ക് മേക്കിംഗ് പോയിൻറ്റ്സ് ആണ്. യെസ്, ആറാമത്തത് എഡിസനുമായി ബന്ധപ്പെട്ട, തോമസ് ആൽവ എഡിസനുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ്, ഒരു സെൻറ്റൻസാണ്, ഒരു പഴമൊഴിയാണ്, ഒരു ഉത്തേജകമായ സെൻറ്റൻസാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സക്സസ് ഈസ് 99% ഡാഷ് ആൻഡ് 1% ഡാഷ് എന്നാണ്. 99% ഹാർഡ് വർക്കാണ്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് 99% ഹാർഡ് വർക്കാണ്, 1% മാത്രമേ ലക്കുള്ളൂ ജീവിതത്തിൽ എന്നാണ്. അത് അർത്ഥവത്തായ വാക്കാണ്. ഏതൊരു കാര്യവും നമ്മൾ ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ്. ഇപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് പെർസ്പിരേഷൻ ആൻഡ് ഇൻസ്പിരേഷൻ എന്നാണ്. അതിൻ്റെ മീനിങ് ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. യെസ്, പെർസ്പിരേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിയർപ്പ് എന്നാണ്, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് എന്നാണ്. ഇൻസ്പിരേഷൻ എന്നതിൻ്റെ മീനിങ് പ്രചോദനം എന്നാണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ആസ്പിരേഷൻ എന്നതിൻ്റെ മീനിങ് അഭിലാഷം, ആഗ്രഹം എന്നാണ്. ഇത് പഠിച്ചു വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യം തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ മോഡലുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി. യൂസ് ക്വസ്റ്റ്യൻ ടാഗ് കറക്റ്റ്ലി എന്നാണ്. യു ആർ റണ്ണിങ് വെരി ഫാസ്റ്റ്. യു ആർ റണ്ണിങ് വെരി ഫാസ്റ്റ്. പിന്നെയോ യുവർ സിസ്റ്റർ കുക്സ് വെൽ. ഇവിടെ 2 വാചകങ്ങൾ നമുക്ക് തന്നു. അപ്പോൾ 2 വാചകങ്ങൾ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്. എന്നാൽ അതിൻ്റെ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. യെസ്, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വാചകം തന്നിരിക്കുന്ന വാചകത്തിൽ ദ സെൻറ്റൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓക്സിലറി വേർബ്. സെക്കൻഡ് സെൻറ്റൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓക്സിലറി വേർബ്. ദെൻ ഫസ്റ്റ് സെൻറ്റൻസ് കണ്ടെയ്ൻസ് ഓക്സിലറി വേർബ് ആർ. ആദ്യത്തെ വാചകത്തിൽ ഓക്സിലറി വെർബ് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ആർ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ വാചകത്തിൽ എന്തില്ല? ഓക്സിലറി വെർബില്ല. പക്ഷേ ഓക്സിലറി വെർബ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കാൻ പറ്റുക? കുക്സ് എന്നതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഡസ് പ്ലസ് കുക്ക്. അപ്പോൾ ഏത് വാചകം? സിമ്പിൾ പ്രസൻറ്റിലുള്ള വാചകമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏതിലുള്ളതാ? പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന 2 വാചകങ്ങളും ഏതിലാണ് വരുന്നത്? പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എടുക്കുക ആർ പ്ലസ് നോട്ട്.
ആറിൻറ്റ്, ആർ പ്ലസ് നോട്ട് ആറിൻറ്റ്. അങ്ങനെയാണെങ്കിൽ കുക്സ് എന്നതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് കുക്ക് എന്ന് കിട്ടി. അത് നെഗറ്റീവ് ആക്കുമ്പോൾ ഡസ് പ്ലസ് നോട്ട്, ഡസ് നോട്ട് ഷോർട്ട് ഫോം ഡസിൻറ്റ് എന്നാണ്. ഡസ് പ്ലസ് നോട്ട്, ഡസ് നോട്ട് അതിൻ്റെ ഷോർട്ട് ഫോം ഡസിൻറ്റ് എന്നാണ്. അങ്ങനെയുള്ള ആൻസർ ഒന്നേ ഉണ്ടാവും. ആൻസർ ഏതാ? ആറിൻറ്റ് യു ആണോ? അല്ല. ഡസിൻറ്റ് യു ആണോ? അല്ല. പിന്നെയോ ഒരേപോലത്തെ ആൻസർ വരുന്നുണ്ട്. ഇത് തെറ്റാണ്. തെറ്റാവാനുള്ള കാരണം എന്താ? ഡസിൻ്റെ കൂട്ടത്തിൽ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? യു ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല ഇവിടെ തന്നിരിക്കുന്നത് എന്താ? യുവർ സിസ്റ്റർ എന്നാണ്. യുവർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അത് ഫെമിനൈൻ ജെൻഡറാണ്. നമ്മളതിന് പകരം എടുക്കുക ഷീ എന്നാണ്. അപ്പം അങ്ങനെയുള്ള ആൻസർ ഒന്നേ ഉള്ളൂ. ആൻസർ ഏതാ? യെസ്, ഫസ്റ്റ് വൺ ആറിൻറ്റ് യു, പിന്നെയോ ഡസിൻറ്റ് ഷീ. ആറിൻറ്റ് യു ഡസിൻറ്റ് ഷീ എന്നതാണ്. ആറിൻറ്റ് യു ഡസിൻറ്റ് ഷീ എന്നത് ഒന്നാമത്തെ ഇതാണ്. അത് പ്രകാരം നമ്മുടെ ആൻസർ യെസ് ബി എന്നതാണ്. പാറ്റേൺ ശരിക്കും പഠിച്ചു വെക്കുക. പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എല്ലാവർക്കും കിട്ടില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ്. യെസ്. നെക്സ്റ്റ് വൺ, fill in the blanks with the correct preposition or set of words choosing from the sets given. സാധാരണ ഒരു പ്രപ്പോസിഷൻ ചേർക്കാൻ ചോദിക്കും, ചിലപ്പോൾ 2 എണ്ണം ചേർക്കാൻ ചോദിക്കും. എന്നാൽ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 3 എണ്ണം. ചിലപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമോ ഈ മോഡലിലാണ്. 2019 വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ പരീക്ഷയ്ക്ക് ഈ മോഡലിലാണ് ചോദ്യം വന്നത്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ 2019. യെസ്, എന്താ വന്നിരിക്കുന്നത്? വി ഡിസൈഡഡ് ടു ഗോ ഡാഷ് എ പിക്നിക് എന്നാണ്. ഞങ്ങൾ ഒരു ഉല്ലാസയാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ്. നമ്മൾ നീന്താൻ പോകുന്നു, ഞാൻ നീന്താൻ പോകുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ഗോ ഫോർ എ സ്വിം എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ നടക്കാൻ പോകുന്നു എന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ ഐ ഗോ ഫോർ എ വാക്ക് എന്നാ പറയാം. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ പ്രത്യേകത എ എന്ന ആർട്ടിക്കിൾ അതിൻ്റെ മുമ്പിൽ വരുന്നു. ഗോ ഫോർ എ സ്വിം, പിന്നെയോ ഗോ ഫോർ എ വാക്ക്. അതേപോലെ തന്നെയാണ് ഇവിടെയും. വി ഡിസൈഡഡ് ടു ഗോ ഫോർ എ പിക്നിക്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ കിട്ടി 4. പിന്നെയോ വി ടുക്ക് ഡാഷ് അസ്. ആ ആദ്യത്തത് കിട്ടിയാൽ തന്നെ രണ്ടാമത്തെ കിട്ടും. വി ഡിസൈഡഡ് ടു ഗോ ഫോർ എ പിക്നിക്. ദെൻ സെക്കൻഡ് വൺ വി ടുക്ക് ഡാഷ് അസ്. ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഒപ്പം, ഞങ്ങളുടെ കയ്യിൽ എന്നർത്ഥം. ആൻസർ പ്രകാരം വി ടുക്ക് വിത്ത്. അടുത്തതോ ടു ഈറ്റ് തിന്നാൻ. ഫുഡ് മെറ്റീരിയൽസ് ആസ് ടു ഈറ്റ് ഡാഷ് ദ വേ, ഓൺ ദ വേ എന്ന യാത്ര ചെയ്യുന്ന സമയത്ത്, യാത്രാവേളയിൽ എന്നർത്ഥം. അങ്ങനെയുള്ള ആൻസർ നിങ്ങൾ നോക്കിക്കോളൂ. ആൻസർ വന്നിരിക്കുന്നത് 4 വിത്ത് ഓൺ. 4 വിത്ത് ഓൺ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ? 4 വിത്ത് ഓൺ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ? സി എന്നതാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രപ്പോസിഷൻസ് ചേർക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രപ്പോസിഷൻസ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 എന്നത് 9ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ലിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട് 9ാം ക്ലാസ്സിൻ്റെ. അപ്പോൾ LP UP എക്സാമൊക്കെ എഴുതുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള സാധനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 എന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. എവിടെയാണ് പഠിക്കുന്നത്? ടെൻസിൽ പഠിക്കുന്നുണ്ട്. ടെൻസിൽ പഠിക്കുമ്പോൾ എന്താ പഠിച്ചത്? ഇറ്റ് റെഫേഴ്സ് ടു എ പീരീഡ് ഓഫ് ടൈം എന്നാണ്. പിന്നെ അതിന് പുറമെ ഒരു കാരണത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. 4 എന്നത് ഒരു കാരണത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി വിത്ത് എന്നതിൻ്റെ അർത്ഥം എന്താ? കൂടെ അല്ലെങ്കിൽ ഒപ്പം അല്ലെങ്കിൽ കൊണ്ട് എന്നാണ്. ഓൺ എന്നതിൻ്റെ അർത്ഥം എന്താ? മേലെ അല്ലെങ്കിൽ പുറത്ത് എന്നാണ്. ഒരു പ്രതലത്തിൻ്റെ മേലെ എന്നാണ്. അടുത്തത് ഇൻ ദ ഡാർക്ക് ഐ ബംഡ് ഡാഷ് എ ചെയർ എന്നാണ്. ഈ ബംഡ് എന്നത് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് താഴെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉത്തരം എന്താ? ഇരുട്ടത്ത് ഞാൻ കസേരയുമായി കൂട്ടിമുട്ടി എന്നാണ്. കസേരക്ക് പോയി ഇടിച്ചു എന്നർത്ഥം. കസേരക്ക് പോയി തട്ടി എന്നർത്ഥം. കാലോ കയ്യോ ഒക്കെ എന്ത് ചെയ്യുക? പോയി മുട്ടുക എന്നർത്ഥം. അപ്പോൾ ആൻസർ പ്രകാരം എഗനസ്റ്റ് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് എന്നാണ്. ഇനി അതിൻ്റെ മീനിങ് താഴെ കൊടുത്തിട്ടുണ്ട്. ബംഡ് ഇൻറ്റു ഉണ്ട്, ബംഡ് എഗെയിൻസ്റ്റ് ഉണ്ട്. ബംഡ് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ, എഗനസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കൊളീഷൻ എന്നാണ്. ഫിസിക്കൽ, അതായത് നമ്മുടെ
ശരീരവുമായുള്ള സമ്പർക്കം, ശരീരവുമായുള്ള കൂട്ടിമുട്ടൽ എന്നാണ്. കൊളീഷൻ എന്നാണ്. കൊളീഷൻ കണികാ സിദ്ധാന്തവുമായി നിങ്ങൾ പഠിക്കുന്നുണ്ട്. കൊളൈഡ്. കൊളൈഡ് എന്നതൊരു വേർബാണ്. നൗൺ ഫോം ഓഫ് കൊളൈഡ് ഈസ് കൊളീഷൻ. അങ്ങനെയാണെങ്കിൽ മുൻവർഷത്തെ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് എക്സാമിന് ചോദിച്ചതാണ് കെല്യൂഡ് എന്ന വാക്ക്. നമ്മൾ കൊളിയൂഡ് എന്നെല്ലാം വായിക്കും. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കെല്യൂഡ് എന്നാണ്. കെല്യൂഡ്. കെല്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേക്ക് സീക്രട്ട് അറേഞ്ച്മെൻറ്റ് എന്നർത്ഥം. രഹസ്യധാരണ ഉണ്ടാക്കുക, ഗൂഢാലോചന ഉണ്ടാക്കുക എന്നാണ്. നൗൺ ഫോം ഓഫ് കെല്യൂഡ് ഈസ് കെല്യൂഷൻ. രഹസ്യധാരണ, ഗൂഢാലോചന എന്നാണ്. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇരുട്ടത്ത് ഞാൻ കസേരയിൽ തട്ടി എന്നാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന പരീക്ഷകൾ നമുക്ക് സാധ്യതാ പട്ടികയിലുള്ളതാണ്. എന്താണ്? ബംപ്ഡ് ഇൻ ടു എന്നാണ്. എക്സ്പെക്റ്റഡ് മീറ്റിംഗ് എന്നാണ്, അല്ലേ? യെസ്, ഐ ബംപ്ഡ് ഇൻ ടു മൈ ഓൾഡ് ടീച്ചർ എസ്റ്റർഡേ എന്നാണ്. ഞാനുമായി കണ്ടുമുട്ടി എന്നാണ്. യെസ്, ടീച്ചറുമായി കണ്ടുമുട്ടി എന്നാണ്. പഴയ ടീച്ചറെ ഞാൻ കണ്ടുമുട്ടി എന്നാണ്. ഇതിനെ നമുക്ക് എന്തും പറയാം. ഹാപ്പൻ ടു മീറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി എന്ന് പറയാം. അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുക എന്നൊക്കെ നമുക്ക് പറയാം. യെസ്, പ്രതീക്ഷിത മീറ്റിംഗ്, പ്രതീക്ഷിത മീറ്റിംഗ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ മീറ്റിംഗ്. ഇതേപോലെ വരുന്ന വേറൊരു വേർഡാണ് കം എക്രോസ് എന്നത്. കം എക്രോസ്. കം എക്രോസ്. മീറ്റ് ആക്സിഡൻ്റലി എന്ന് പറയാം നമുക്ക്. അടുത്ത എന്താ? ഇതും ഒരു ഫ്രേസൽ വെർബാണ്. ദ തീഫ് മെയ്ഡ് ഡാഷ് വിത്ത് ഓൾ ഹിസ് ബിലോങ്ങിങ്സ് എന്നാണ്. എല്ലാ സാധന സാമഗ്രികളും എടുത്തുകൊണ്ട് മോഷ്ടാവ് രക്ഷപ്പെട്ട് കളഞ്ഞു എന്നാണ്. ഇവിടെ നമുക്ക് വേണ്ടത് എന്താ? മെയ്ക്ക് പ്ലസ് ഓഫ്. ആൻസർ എന്താ വരിക? ദ തീഫ് മെയ്ഡ് ഓഫ് എന്നാണ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് മെയ്ക്ക് പ്ലസ് ഓഫ് പ്ലസ് വിത്ത് ഈസ് എ ഫ്രേസൽ വേർബ് മീനിങ് ടു സ്റ്റീൽ സംതിങ് ആൻഡ് എസ്കേപ്പ് ക്വിക്കിൽ. എല്ലാം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? രക്ഷപ്പെട്ടു പോവുക എന്നാണ്. സാധന സാമഗ്രികളും എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യുക? മോഷ്ടാവ് രക്ഷപ്പെട്ട് കളഞ്ഞു എന്നാണ്. യെസ്, അലക്സാണ്ടർ പോപ്പിൻ്റെ ഒരു സെൻറ്റൻസ്, അലക്സാണ്ടർ പോപ്പിൻ്റെ കവിതയിലെ ഒരു വരി. എന്താണ് ആ വരി? ദ പ്രോവേർബ് ഫൂൾസ് റഷ് ഇൻ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്നാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? പി എസ് സിക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇത് ആരുടെ കവിതയിൽ നിന്നും അല്ലെങ്കിൽ ആരുടെ വരികളാണ് എന്നാണ് ചോദ്യം. അവർ താഴെ തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ട്, അലക്സാണ്ടർ പോപ്പ്. ഇനി നമ്മളോട് ചോദിക്കുക എന്താണെന്നറിയോ? ഇത് രണ്ട് രീതിയിൽ ചോദിക്കും. ഫൂൾസ് റഷ് ഇൻ വേർ ഏഞ്ചൽസ് ഫിയർ ടു ഡാഷ് എന്ന് തരും. ഫൂൾസ് റഷ് ഇൻ വേർ ഏഞ്ചൽസ് ഫിയർ ടു ഡാഷ് എന്ന് തരും. ഓപ്ഷൻ എ ട്രെറ്റ് എന്ന് തരും. ഓപ്ഷൻ ബി ഫീറ്റ് എന്ന് തരും. ഓപ്ഷൻ സി ലെങ്ത്ത് എന്ന് തരും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്ന് തരും. ആൻസർ പ്രകാരം ട്രെഡ് എന്നാണ്. ഇനി അടുത്ത് നിങ്ങളോട് എന്താ ചോദിക്കുക? ഇതിൻ്റെ മലയാളം ചോദിക്കുക. മലയാളം എന്താ? മാലാകമാർ കയറി ചെല്ലാൻ ഭയക്കുന്നിടത്ത് വിഡ്ഢികൾ ഇരച്ചു കയറുന്നു എന്നാണ്. പിന്നെയോ മാലാകമാർ കയറി ചെല്ലാൻ ഭയക്കുന്നിടത്ത് ചെകുത്താന്മാർ ഇരച്ചു കയറുന്നു. അപ്പോൾ രണ്ട് രീതിയിൽ മുൻവർഷം എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഫൂൾസ് റഷ് ഇൻ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്നാണ്. അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് എന്നാണ്. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് എന്നതിൽ നമുക്ക് 4 വാചകത്തിലും കാണാൻ കഴിയുന്നൊരു വേർഡാണ് മെൻഷൻ എന്നത്. മെൻഷൻ, സൂചിപ്പിക്കുക, എടുത്തു പറയുക എന്നർത്ഥം വരുന്ന പദം. ഇവിടെ 4 വാചകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 3 വാചകങ്ങളിൽ പ്രപ്പോസിഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വാചകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രപ്പോസിഷൻ ഓഫ് എന്നാണ്. മൂന്നാമത്തെ വാചകത്തിൽ എബൌട്ട് എന്നാണ്. നാലാമത്തെ വാചകത്തിൽ ഓൺ എന്നാണ്. 2007 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ 30 മാർക്കിൻ്റെ ഇംഗ്ലീഷ്, 30 മാർക്കിൻ്റെ ഇംഗ്ലീഷ് ഇപ്പോൾ 2026 ആയപ്പോൾ അല്ലെങ്കിൽ 2025 ആയപ്പോൾ പ്രിലിംസ്, ഡിഗ്രി ലെവൽ പ്രിലിംസിന് 20 മാർക്കിൻ്റെ ഇംഗ്ലീഷും മെയിൻസിന് 10 മാർക്കിൻ്റെ ഇംഗ്ലീഷാണ്. പക്ഷേ 2007 ഒറ്റ ചോദ്യ പേപ്പറിൽ 30 മാർക്കിൻ്റെ, അത് ഒരു എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം 30 മാർക്കിൻ്റെ ഇംഗ്ലീഷ് ആയിരുന്നു. 30 മാർക്കിൻ്റെ ഇംഗ്ലീഷിൽ 1 മാർക്കിന് ചോദിച്ച 4 വാചകങ്ങൾ 1 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു മെൻഷൻ എന്ന വേർഡ്. മെൻഷൻ എന്നതിന് ശേഷം പ്രപ്പോസിഷൻ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ആൻസർ ഏതാ? ദ ഷോപ്പ് കീപ്പർ ഡിഡിൻറ്റ് മെൻഷൻ ദ പ്രൈസ് എന്നാണ്. ഷോപ്പ് കീപ്പർ എന്ത് ചെയ്തില്ല?
സാധനത്തിൻ്റെ വില പറഞ്ഞു കൊടുത്തില്ല അല്ലെ സൂചിപ്പിച്ചില്ല എന്നാണ്. മെൻഷൻ എന്നതിന് ശേഷം എന്തുപയോഗിക്കുന്നില്ല? എബൌട്ട് ഉപയോഗിക്കാൻ പാടില്ല. എക്സ്പ്ലെയിൻ എന്നതിന് ശേഷം എബൌട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഡിസ്ക്രൈബ് എന്നതിന് ശേഷം എബൌട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഡിസ്കസ് എന്നതിന് ശേഷം എബൌട്ട് ഉപയോഗിക്കാൻ പാടില്ല. യെസ്, ഷീ ഈസ് എ ഹാൻഡ്ഫുൾ മീൻസ് ഇത് 2-3 പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ്. ഡിഗ്രി ലെവൽ എക്സാമിന് മുൻവർഷം ചോദിച്ചതാണ്. ആൻസർ ഷീ ഈസ് എ ഡിഫിക്കൽട്ട് പേഴ്സൺ എന്നാണ്. ഷീ ഈസ് എ ഡിഫിക്കൽട്ട്, അതായത് പെട്ടെന്ന് നമുക്ക് മയപ്പെടുത്തി നമ്മുടെ വശത്തേക്ക് ആക്കാൻ പറ്റാത്ത ഒരു ലേഡിയാണ് അത് എന്നർത്ഥം. ഷീ ഈസ് എ ഹാൻഡ്ഫുൾ എന്നാണ്. അടുത്ത എന്താ? മസ്കുലൈൻ ജെൻഡറും ഫെമിനൈൻ ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു പെയറാണ് നമ്മളോട് ചോദ്യം. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് വേർഡ് ഗ്രൂപ്പ് എന്നാണ്. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് വേർഡ് ഗ്രൂപ്പ്. കാള എന്നതിൻ്റെ പ്ലൂറൽ നമ്മൾ ചോദിച്ചാൽ ഓക്സൺ എന്നാണ്, അല്ലാതെ എന്ത് പറയില്ല നമ്മൾ? ഓക്സസ് എന്ന് പറയില്ല. എന്നാൽ ഫോക്സ് എന്നതിൻ്റെ ബഹുവചനമായിട്ട് നമ്മൾ എഴുതാറുള്ളത് ഫോക്സസ് എന്നാണ്. എന്ന് വിചാരിച്ച് ഓക്സ് എന്നതിൻ്റെ പ്ലൂറൽ ഓക്സസ് അല്ല, ദാറ്റ് ഈസ് റോങ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? തീസിസ് എന്നാണ്. തീസിസ് എന്നതിൻ്റെ പ്ലൂറലായിട്ട് നമ്മൾ എഴുതുക തീസീസ് എന്നാണ്. തീസിസ്, തീസീസ്. അങ്ങനെയാണെങ്കിൽ 2025 ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചതായ ഒരു വേർഡാണ് ഫെനോമിനൻ. അതിൻ്റെ ഫെമിനൈൻ ജെൻഡർ ഫെനോമിന എന്നാണ്. ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതുമാത്രമാണ്? 2025 നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിന് ചോദിച്ചതായ സാധനമാണിത്. ഗൂസ് എന്നതിൻ്റെ പ്ലൂറലായിട്ടാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഗൂസ് എന്നതിൻ്റെ പ്ലൂറൽ ഗൂസസ് എന്നല്ല, ഗീസ് എന്നാണ്. ഗീസ്, ഗൂസ്, ഗീസ്, GOOSE. ഇനി നമ്മളോട് ചോദിക്കുക, കാട്ടുതാറാവുകളെ കൂട്ടമായി കണ്ടാൽ 5/8/2017 പാലക്കാട് ജില്ല LD ക്ലർക്ക്, 5/8/2017 പാലക്കാട് ജില്ല LD ക്ലർക്കിൻ്റെ എക്സാമിന് ചോദിച്ചതാണ്. ഗൂസ് എന്നതിൻ്റെ പ്ലൂറൽ ഗീസ് ആണല്ലോ. അപ്പോൾ ഗീസിനെ കൂട്ടമായി കണ്ടാൽ എ ഗാഗിൾ ഓഫ് ഗീസ് എന്നാണ്. പക്ഷെ അന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗോഗിൾ എന്നുണ്ടായിരുന്നത്, ഗോഗിൾ അല്ല ഗാഗിൾ എന്നാണ്. എ ഗാഗിൾ ഓഫ് ഗീസ് എന്നാണ്. എ ഗാഗിൾ ഓഫ് ഗീസ്, എ ഗാഗിൾ ഓഫ് ഗീസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് പ്രോവർബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 12 ഇഞ്ചസ് മേക്ക് ഡാഷ് എന്നാണ്. 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒരടി. 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒരടി എന്നാണ്. 12 ഇഞ്ചസ് മേക്ക് ഡാഷ് എന്നാണ്. 12 ഇഞ്ചസ് മേക്ക് എ ഫൂട്ട് എന്നാണ്. 12 ഇഞ്ച് ഒരടി എന്നാണ്. 12 ഇഞ്ചസ് മേക്ക് എ ഫൂട്ട് എന്നാണ്. യെസ്, ഇങ്ങനെയുള്ള പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.